സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സൈബർ ക്രൈംസിൻ്റെ അകത്തുള്ള ആക്ട്, സൈബർ ക്രൈം IT ആക്ട് എന്നാണ് വന്നത്, എന്നാണ് അമെൻമെൻറ്റ് ആക്ട് വന്നത്, അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ IT ആക്ട് അമെൻഡ് ചെയ്തത്, IT ആക്ട് എന്നാണ് വന്നത്, ആ ഒരു ക്ലാസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. IT ആക്ട്സ്, അതിൻ്റെ വർഷങ്ങൾ, അതിൽ നിന്ന് എന്തായാലും PSC ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇനി നമ്മൾ സെക്കൻഡ് പഠിച്ചത് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക്സ് ഫുൾ തീർത്തിട്ടുണ്ട്. അതായത് നെറ്റ്വർക്കിൻ്റെ അകത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിച്ചു, അതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ് പഠിച്ചു. അപ്പോൾ ഈ 3 ക്ലാസ്സും കാണാത്തവർ കാണുക. അത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിനും +2 എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് കാണാത്തവർ കാണുക. അപ്പോൾ അതിൻ്റെ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. ആ 3 ക്ലാസ് നിങ്ങൾ കാണുക. ഇന്ന് നമ്മൾ സൈബർ ക്രൈംസിൻ്റെ അകത്ത് വരുന്ന സെക്കൻഡ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സൈബർ ക്രൈംസ് ആണ്. അപ്പോൾ സൈബർ ക്രൈംസിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈംസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സൈബർ ക്രൈംസ്. അപ്പം രണ്ട് രീതിയിൽ സൈബർ ക്രൈം ചെയ്യാം. ഒന്ന് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ്, 2 കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ക്രൈമുകളിനെയാണ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റുമുണ്ട്, കമ്പ്യൂട്ടർ ആസ് എ വെപ്പണുമുണ്ട്. കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ക്രൈമിനെയാണ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പണിൽ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റും ഉണ്ട്, കമ്പ്യൂട്ടർ ആസ് എ വെപ്പണുമുണ്ട്. കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ക്രൈമുകളാണ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിൻ്റെ അകത്ത് വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ക്രൈമിനെയാണ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പണിൽ വരുന്നുള്ളത്. ഇനി കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിൽ വരുന്നതാണ് ഹാക്കിംഗ്, DOS, മാൽവെയർസ്. ഹാക്കിംഗ്, DOS, മാൽവെയർസ്. മാൽവെയർസിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വൈറസ് ഉണ്ട്, വേംസ് ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്, ആഡ്വെയർ ഉണ്ട്, റൂട്ട് കിറ്റ് ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, സ്പൈവെയർ ഉണ്ട്. ഇപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് ആണ്. കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ക്രൈമുകളെയാണ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഹാക്കിംഗ്, DOS, മാൽവെയർ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഹാക്കിംഗ്, DOS, മാൽവെയർ. മാൽവെയറിൻ്റെ അകത്ത് ഇന്ന് വൈറസും വേംസും ട്രോജൻ ഹോഴ്സും ആണ് പഠിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിലെ ഫസ്റ്റ് ക്രൈം നമുക്ക് പഠിക്കാം. കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റിലെ ഫസ്റ്റ് ക്രൈമാണ് ഹാക്കിംഗ്. എന്താണ് ഹാക്കിംഗ്? കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാ സംവിധാനത്തെ നശിപ്പിക്കുന്ന കുറ്റം. കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാ സംവിധാനത്തെ നശിപ്പിക്കുന്ന കുറ്റമാണ് ഹാക്കിംഗ്. അപ്പോൾ എന്താണ് ഹാക്കിംഗ്? കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാ സംവിധാനത്തെ നശിപ്പിക്കുന്ന കുറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഡേറ്റാ സംവിധാനത്തെ. കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാ സംവിധാനത്തെ അഫക്റ്റ് ചെയ്യുന്ന കുറ്റത്തിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാ സംവിധാനത്തെ അഫക്റ്റ് ചെയ്യുന്ന കുറ്റത്തിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ എന്തെന്ന് പറയും? ഹാക്കേഴ്സ് എന്ന് പറയും. ഹാക്കേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? ഹാക്കേഴ്സ് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാ സംവിധാനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സൈബർ ക്രൈമാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഹാക്കേഴ്സ്. 3 തരത്തിലുള്ള ഹാക്കേഴ്സ് നിങ്ങൾക്ക് പഠിക്കണം. ബ്ലാക്ക് ഹാക്കേഴ്സ്, വൈറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാക്കേഴ്സ്, വൈറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാക്കേഴ്സ്. മലയാളത്തിൽ കറുത്ത തൊപ്പിക്കാർ, വെളുത്ത തൊപ്പിക്കാർ, ഗ്രേ തൊപ്പിക്കാർ. കറുത്ത തൊപ്പിക്കാർ, വെളുത്ത തൊപ്പിക്കാർ, ഗ്രേ തൊപ്പിക്കാർ. ബ്ലാക്ക് ഹാറ്റ്, white hat, grey hat. Black hat, white hat, grey hat. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. നമുക്ക് ആദ്യത്തേത് പഠിക്കാം. ആദ്യത്തെയാണ് കറുത്ത തൊപ്പിക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ്. ആദ്യത്തേതാണ്
കറുത്ത തൊപ്പിക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത്. നശീകരണ ഉദ്ദേശത്തോടെ മാത്രം ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ബ്ലാക്ക് ഹാറ്റുകൾ എന്ന് പറയുന്നത്. നശീകരണ ഉദ്ദേശത്തോടെ മാത്രം ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ്സ് അല്ലെങ്കിൽ കറുത്ത തൊപ്പിക്കാർ. അപ്പം കറുത്ത തൊപ്പിക്കാരുടെ ഉദ്ദേശം എന്താണ്? നശീകരണം. അപ്പം നശീകരണം എന്ന ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. നശീകരണം എന്ന ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾക്കാരാണ് വൈറ്റ് ഹാറ്റ്സ്. ആദ്യം പറഞ്ഞത് കറുത്ത തൊപ്പിക്കാർ, രണ്ടാമത് പറയാൻ പോകുന്ന വൈറ്റ് ഹാറ്റ്സ് അഥവാ വെളുത്ത തൊപ്പിക്കാർ. നല്ല ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെ വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയും. അപ്പം നല്ല ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് വെളുത്ത തൊപ്പിക്കാർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരാളാണ് ഗ്രേ ഹാറ്റ്സ്. ഗ്രേ ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല ഉദ്ദേശത്തോടെയും ചില സമയത്ത് മോശ ഉദ്ദേശത്തോടെയും കൂടെ ഉള്ളവരെയാണ് ഗ്രേ തൊപ്പിക്കാർ എന്ന് പറയുന്നത്. അപ്പം 3 ഹാക്കേഴ്സ് ആണ്. ഒന്ന് ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശീകരണ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ്സ്. 2 വെളുത്ത തൊപ്പിക്കാർ. നല്ല ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് വെളുത്ത തൊപ്പിക്കാർ എന്ന് പറയുന്നത്. 3 എന്താണ്? ഗ്രേ ഹാറ്റ്സ്. അതായത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെയും ചിലപ്പോൾ മോശ ഉദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേ ഹാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തൊപ്പിക്കാരാണ് നമ്മളിവിടെ പഠിച്ചത്. ബ്ലാക്ക് ഹാറ്റ്സ്, വൈറ്റ് ഹാറ്റ്സ്, ഗ്രേ ഹാറ്റ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമുക്കൊരു 2 GK ക്വസ്റ്റ്യൻ പഠിക്കാം. അതായത് ലോകത്തിലെ ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ലോകത്തിലെ ആദ്യ സൈബർ ക്രൈം ജോസഫ് മേരി ജാക്വേർഡിൻ്റെ പേരിലാണ്. അപ്പം ലോകത്തിലെ ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസുകാരനായ ജോസഫ് മേരി ജാക്വേർഡിൻ്റെ പേരിലാണ്. ലോകത്തിലെ ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ജോസഫ് മേരി ജാക്വേർഡിൻ്റെ പേരിലാണ്. ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വേർഡിൻ്റെ പേരിലാണ്. ഫ്രാൻസുകാരനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വേർഡിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം കുറ്റവാളി ആരെന്ന് ചോദിച്ചാൽ ആസിഫ് അസിം ആണ്. ആരാണ് ഫസ്റ്റ് സൈബർ ക്രൈം കുറ്റവാളി? ആസിഫ് അസിം. ഈ കൂട്ടത്തിൽ 2 GK ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു വയ്ക്കുക. ലോകത്തിലെ ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലെന്ന് ചോദിച്ചാൽ ഫ്രാൻസുകാരനായ ജോസഫ് മേരി ജാക്വേർഡ്. രണ്ടാമത് ഇന്ത്യയിലെ ഫസ്റ്റ് സൈബർ ക്രൈം കുറ്റവാളി ആരെന്ന് ചോദിച്ചാൽ ആസിഫ് അസിം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആസ് എ ടാർജറ്റ് ആണ്. അതിൽ ഫസ്റ്റ് 1 ആണ് ഞാൻ പഠിപ്പിച്ച ഹാക്കിംഗ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 GK ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് DOS. DOS ഈസ് ഓൾസോ എ ക്രൈം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ആസ് എ ടാർജറ്റ്. DOSൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിനയൽ ഓഫ് സർവീസ്. അത് ചോദിച്ചിട്ടുള്ളതാണ് PSC 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. DOSൻ്റെ പൂർണ്ണരൂപം ഡിനയൽ ഓഫ് സർവീസ്. DOSന് മലയാളത്തിൽ പറയുന്ന പേരാണ് സേവന നിഷേധം. സേവനം നിഷേധിക്കുക എന്നാണ് മലയാളത്തിൽ പറയുക. സേവന നിഷേധം എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ DOSൻ്റെ പൂർണ്ണരൂപം ചോദിക്കും. DOSൻ്റെ പൂർണ്ണരൂപം ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. DOSൻ്റെ പൂർണ്ണരൂപം ഡിനയൽ ഓഫ് സർവീസ്. അപ്പോൾ DOSൻ്റെ പൂർണ്ണരൂപം ഡിനയൽ ഓഫ് സർവീസ്. അതായത് നെറ്റ്വർക്കിനെ കൃത്രിമമായിട്ട് അതെന്താക്കി വെക്കും? ബിസി ആക്കി വെക്കും.
അതായത് നെറ്റ്വർക്കിനെ കൃത്രിമമായിട്ട് ബിസി ആക്കി വെച്ച് അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ ആക്കുന്നതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്കിനെ കൃത്രിമമായിട്ട് എന്താക്കി വെക്കും? ട്രാഫിക് ആയിട്ട് വയ്ക്കും. നെറ്റ്വർക്കിനെ കൃത്രിമമായിട്ട് എന്താക്കി വെക്കും? ട്രാഫിക് ആക്കി വയ്ക്കും. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നെറ്റ്വർക്കിനെ കൃത്രിമമായിട്ട് ട്രാഫിക് ആക്കി അത് ഉപയോഗിക്കാൻ പറ്റാതെ ആക്കുന്നതിനാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന മാൽവെയർസ് ആണ്. മൂന്നാമത് പഠിക്കാൻ പോകുന്ന എന്താണ്? മാൽവെയർസ്. മൂന്നാമത് പഠിക്കാൻ പോകുന്നതാണ് മാൽവെയർസ്. മാൽവെയർസ് ആണ് പഠിക്കാൻ പോകുന്നത്. മാൽവെയർ ഇസ് എ ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. മാൽവെയർ ഇസ് എ ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ? മലീഷ്യസ് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് ഫോം ആണ് മലീഷ്യസ്. സോ മാൽവെയർ ഇസ് എ ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. മാൽവെയർ എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? മലീഷ്യസ് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് ഫോം ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മാൽവെയർസ്. കമ്പ്യൂട്ടറിന് കുഴപ്പമുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിലെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് കുഴപ്പമുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. എന്താണ് മാൽവെയർസ്? കമ്പ്യൂട്ടറിന് കുഴപ്പമുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള വൈറസ്, വേം, ട്രോജൻ ഫോഴ്സ്, ഹാർഡ്വെയർ, റൂട്ട് കിറ്റ്, സ്പൈവെയർ, റാൻസംവെയർ. 7 മാൽവെയർസ് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യത്തെ മാൽവെയർ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ മാൽവെയർ ആണ് വൈറസ്. വൈറസിൻ്റെ പൂർണ്ണരൂപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. വൈറ്റൽ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞവർ കൊടുക്കും. നമ്മൾ കറക്റ്റ് പൂർണ്ണരൂപം പഠിച്ചു വയ്ക്കുക. വൈറസിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. അപ്പോൾ വൈറസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. വൈറസിൻ്റെ പൂർണ്ണരൂപം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ഇനി ഈ വൈറസ് നെറ്റ്വർക്കിനെ റിലേറ്റ് ചെയ്തതാണ് ചോദിക്കുന്നതെങ്കിൽ വൈറ്റലിന് പകരം വെർച്വൽ എഴുതണം, സീജിന് പകരം സീസ് എന്ന് എഴുതണം. ശ്രദ്ധിക്കുക. Virus, if it is related to network, we can write the short form as virtual information resources under CIS. But it is related to network. അത് ശ്രദ്ധിച്ചു വയ്ക്കുക. അതായത് വൈറസിന് 2 പൂർണ്ണ രൂപങ്ങളുണ്ട്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജും വെർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീസും. വെർച്വൽ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നെറ്റ്വർക്കിൻ്റെ കേസിലാണ് ഉപയോഗിക്കുന്നത്. വൈറസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ തന്നെ വൈറസ് നമുക്കറിയാം, നമ്മുടെ ബോഡിക്കകത്തൊരു വൈറസ് കയറിയാൽ, അതായത് ഒരു ഹോസ്റ്റിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ ആ വൈറസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം. അപ്പോൾ വൈറസ് എന്താണ്? ഇറ്റ് ഈസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം. ശ്രദ്ധിച്ച് പഠിക്കുക. വൈറസും വേംസും തിരിഞ്ഞു പോവല്ലേ. വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം. ഇനി വൈറസ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഫ്രെഡ് കോഹൻ ആണ്. ആരാണ് വൈറസ് എന്ന് പറഞ്ഞ ടേം ആദ്യം കോയിൻ ചെയ്തത്? ഫ്രെഡ് കോഹൻ. എന്നാണ്? 1983. അപ്പോൾ ദ ടേം വൈറസ് വാസ് കോയിൻഡ് ബൈ ഫ്രെഡ് കോഹൻ. ആരാണ്? ഫ്രെഡ് കോഹൻ. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1983. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം ആണ്. വൈറസ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ആരാണ്? ഫ്രെഡ് കോഹൻ ആണ്. ശ്രദ്ധിക്കുക, ഫ്രെഡ് കോഹൻ ആണ്. 1983. ഇനി ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് PSCയുടെ ആൻസർ പ്രകാരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ.
PSCയുടെ ആൻസർ പ്രകാരം ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ക്രീപ്പർ. ഓക്കെ, ക്രീപ്പർ എന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1971 ആരാണ് ഡെവലപ്പ് ചെയ്ത? ബോബ് തോമസ്. BBN ടെക്നോളജീസിൽ വർക്ക് ചെയ്ത ബോബ് തോമസ് ആണ് ക്രീപ്പർ വൈറസ് കണ്ടുപിടിച്ചത്. 1971. ആരാണ്? ബോബ് തോമസ് ആണ് 1971. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോഗ്രാം ആണ്. വൈറസ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഫ്രെഡ് കോഹനാണ്. 1983. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതെന്ന് ചോദിച്ചാൽ അത് ക്രീപ്പർ ആണ്. ശ്രദ്ധിക്കുക, ക്രീപ്പർ ആണ്. ക്രീപ്പർ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബോബ് തോമസ് ആണ്. BBN ടെക്നോളജീസിൽ വർക്ക് ചെയ്ത ബോബ് തോമസ് ആണ് ക്രീപ്പർ കണ്ടുപിടിച്ചത്. എന്നാണ്? 1971. ഇനി ക്രീപ്പർ എവിടെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അർപ്പാനെറ്റ്. ക്രീപ്പർ അഫക്റ്റ് ചെയ്തത് എവിടെയാണ്? അർപ്പാനെറ്റ്. ക്രീപ്പർ അഫക്റ്റ് ചെയ്തത് എവിടെയാണ്? ക്രീപ്പർ അഫക്റ്റ് ചെയ്തത് അർപ്പാനെറ്റിനെയാണ്. ക്രീപ്പർ അഫക്റ്റ് ചെയ്ത ആരെയാണ്? അർപ്പാനെറ്റിനെ ആണ്. അടുത്ത് നോക്കാം, ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ആണ് ബ്രെയിൻ വൈറസ്. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ബ്രെയിൻ വൈറസ്. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബ്രെയിൻ വൈറസ്. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ആണ് ബ്രെയിൻ വൈറസ്. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ആണ് ബ്രെയിൻ വൈറസ്. ആരാണ് ഈ ബ്രെയിൻ വൈറസ് എന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 1986 ബസിത് ഫറൂഖ് അൽവിയും അംജദ് ഫറൂഖ് അൽവിയും കൂടെ ചേർന്ന്, പാകിസ്ഥാൻകാരികളാണ്. അപ്പോൾ പാകിസ്ഥാൻകാരായ ബസിത് ഫറൂഖ് അലിയും അംജദ് ഫറൂഖ് അലിയും ചേർന്നാണ് ബ്രെയിൻ വൈറസ് കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? ബസിത് ഫറൂഖ് അൽവിയും അംജദ് ഫറൂഖ് അൽവി. വർഷം എന്താണ്? 1986. വർഷം ഓർത്തു വയ്ക്കുക, 1986 ബസൂദ് ഫറൂഖ് അലിയും അംജദ് ഫറൂഖ് അലിയാണ് ബ്രെയിൻ വൈറസ് കണ്ടെത്തിയത്. കമ്പ്യൂട്ടറിന് കുഴപ്പമുണ്ടാക്കിയ വൈറസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്ത ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്ത വൈറസ് ഏതെന്ന് ചോദിച്ചാൽ അത് എൽക്ക് ക്ലോണർ ആണ്. ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്തത് ഏത് വൈറസ് ആണ് എന്ന് ചോദിച്ചാൽ അത് എൽക്ക് ക്ലോണർ ആണ്. മൈക്രോ കമ്പ്യൂട്ടർ ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക് ക്ലോണർ. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക് ക്ലോണർ. So which is the first microcomputer virus? It is elk cloner. ഈ എൽക്ക് ക്ലോണർ കണ്ടുപിടിച്ചത് ആരാണ്? റിച്ചാർഡ് സിറിന്ദ. റിച്ചാർഡ് സിറിന്ദയാണ് അപ്പൊ ശ്രദ്ധിക്കുക, എൽക്ക് ക്ലോണർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ്. അത് കണ്ടുപിടിച്ചത് റിച്ചാർഡ് സിറിന്ദയാണ്. ഫസ്റ്റ് ബൂട്ട് സെക്ടർ വൈറസ് ആണ് ബ്രെയിൻ വൈറസ്. കണ്ടുപിടിച്ചത് ആരാണ്? ബസിത് ഫറൂഖ് അൽവി, അംജദ് ഫറൂഖ് അൽവി. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക് ക്ലോണർ. കണ്ടുപിടിച്ച റിച്ചാർഡ് സിറിന്ദ. അടുത്ത് നമുക്ക് നോക്കാം, അതായത് ഫസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? കബീർ ആണ്. മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? കബീർ ആണ്. ഫസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ആണ് കബീർ. കബീർ ഏതിനെയാണ് അഫക്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കബീർ അഫക്റ്റ് സിംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്തത്. സോ ഫസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ഫസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ആണ് കബീർ. അത് അഫക്റ്റ് ചെയ്തത് സിംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ്. ശ്രദ്ധിക്കുക, കബീർ അഫക്റ്റ് ചെയ്ത്, കബീർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ വൈറസ് ആണ്. കബീർ അഫക്റ്റ് ചെയ്തത് സിംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആണ്.
ശ്രദ്ധിക്കുക, അത് നമുക്ക് എക്സാമ്പിൾസോ കുറച്ച് വൈറസിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ഇസ് ബ്ലാസ്റ്റ്, സെക്കൻഡ് ഇസ് ചെർണോബിൽ, തേർഡ് ഇസ് ഗപ്പി, ഫോർത്ത് ഇസ് ഐ ലവ് യു, ഫിഫ്ത്ത് ഇസ് സ്ലാമർ ആൻഡ് സിക്സ്ത് ഈസ് ഹാപ്പി ബർത്ത്ഡേ ജോഷി. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള എക്സാമ്പിൾസ്. ഒന്നും കൂടെ പറയാം: ബ്ലാസ്റ്റർ, ചെർണോബിൽ, ഗപ്പി, ഐ ലവ് യു, സ്ലാമർ, ഹാപ്പി ബർത്ത്ഡേ ജോഷി. ഇത്രയും വൈറസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് എ പ്രോഗ്രാം വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ഇൻഫെക്ട് അതർ പ്രോഗ്രാംസ്. ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ പ്രോഗ്രാം വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ഇൻഫെക്ട് അതർ പ്രോഗ്രാംസ് ആൻഡ് മേക്സ് ദ കോപ്പി ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് സ്പ്രെഡ് ടു അതർ പ്രോഗ്രാംസ്. അതായത് ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വൈറസ് ആണ്. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാമിൽ നിന്നും വേറൊരു പ്രോഗ്രാമിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മാൽവെയർ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വൈറസ്. സോ വൈറസ് സ്പ്രെഡ് ഫ്രം പ്രോഗ്രാംസ് ടു പ്രോഗ്രാംസ്. ഇറ്റ് സ്പ്രെഡ് ഫ്രം പി ടു പി എന്ന് ഞാൻ, ദാറ്റ് ഈസ് ഇറ്റ് സ്പ്രെഡ് ഫ്രം പ്രോഗ്രാംസ് ടു പ്രോഗ്രാംസ്. നമുക്ക് അടുത്ത് വേംസ് പഠിക്കാം. രണ്ടാമത്തെ മാൽവെയർ പഠിക്കാം. രണ്ടാമത്തെ മാൽവെയർ ആണ് വേംസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു വൈറസ് ആണെങ്കിൽ അത് പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്. വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മാൽവെയർ ദാറ്റ് സ്പ്രെഡ് ഫ്രം കമ്പ്യൂട്ടർ ടു അപ്പോൾ എങ്ങനത്തെ മാൽവെയർ ആണ്? ഇറ്റ് ഈസ് എ മാൽവെയർ ദാറ്റ് സ്പ്രെഡ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മാൽവെയർ ആണ് വേംസ്. നേരത്തെ പറഞ്ഞു, വൈറസിന് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോസ്റ്റ് വേണം, പക്ഷേ വേംസിന് ഒരു ഹോസ്റ്റിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് വേംസ് ആർ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ്. Worms are standalone programs. They do not need a host to work. So worms are standalone programs. അപ്പോൾ വേംസിൻ്റെ പ്രത്യേകതയാണ് വേംസ് ആർ സ്റ്റാൻഡ് അലോൺ. വേംസ് എന്താണ്? സ്റ്റാൻഡ് അലോൺ ആണ്. ഇനി വേംസിന് തനിയെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേർഡ്സിന് തനിയെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേംസിന് ഒരു ഹോസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയ ഒരു വേമിന് എക്സാമ്പിൾ ചോദിച്ചാൽ ദാറ്റ് ഇസ് മോറിസ് വേം. ദാറ്റ് ഇസ് മോറിസ്. ഈ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, അതായത് ഒരു മാൽവെയർ ദാറ്റ് സ്പ്രെഡ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് വേംസ്. യൂണോസ് അത് അപ്പം ഈ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഏത് മാൽവെയർ ആണ് കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വേംസ്. അത് PSCക്ക് 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത മാൽവെയറിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൽവെയർ ആണ് ട്രോജൻ ഹോസ്. ശ്രദ്ധിക്കുക, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാൽവെയർ ആണ് ട്രോജൻ ഹോസ്. ഈ ട്രോജൻ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡാണ്. ട്രോജൻ ഹോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാൽവെയർ വിച്ച് മിസ്ലീഡ്സ് ദ യൂസർ ഫ്രം ദ ട്രൂ ഇൻറ്റൻറ്റ്. അതായത് നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് വിടുന്നതാണ് ട്രോജൻ ഹോസ്. ഇതൊരു മിസ്ലീഡ് ചെയ്ത് വിടും. നമ്മൾ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? മിസ്ലീഡ് വിടും. അങ്ങനത്തെ മാൽവെയർസിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാൽവെയർ ദാറ്റ് മിസ്ലീഡ്സ് എ യൂസർ ഫ്രം ട്രൂ ഇൻറ്റൻഷൻ. നമുക്ക് കാണുമ്പോൾ അതൊരു നല്ല ആപ്ലിക്കേഷനായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഒറിജിനൽ ഉദ്ദേശത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് വിടുന്ന ഒരു തരം മാൽവെയർസിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? മിസ്ലീഡ് ദ യൂസർ ഫ്രം ട്രൂ ഇൻറ്റൻറ്റ്. മിസ്ലീഡ് ചെയ്യുക. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മിസ്ലീഡ് ചെയ്യുക. അപ്പം ഇതിനൊരു എക്സാമ്പിളാണ് റാറ്റ്. RAT. റാറ്റ് ഇസ് എ റിമോട്ട് ആക്സസ് ട്രോജൻ. വാട്ട് ഇസ് റാറ്റ്? ഇറ്റ് ഇസ് എ റിമോട്ട് ആക്സസ് ട്രോജൻ. റാറ്റിൻ്റെ പൂർണ്ണരൂപം റിമോട്ട് ആക്സസ് ട്രോജൻ. റാറ്റിൻ്റെ പൂർണ്ണരൂപം റിമോട്ട് ആക്സസ് ട്രോജൻ. റിമോട്ട് റാറ്റിൻ്റെ പൂർണ്ണരൂപം റിമോട്ട് ആക്സസ് ട്രോജൻ ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് ഡോർ വഴിയാണ് ഇത് കയറുന്നത്. എന്താണ് ബാക്ക് ഡോർ?
അതായത് നിലവിൽ കമ്പ്യൂട്ടറിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം കാണും. അപ്പം ഞാനാണിപ്പോൾ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്താണെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാമിനെ ബൈപ്പാസ് ചെയ്ത് അകത്ത് കയറാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാക്ക് ഡോർ. അതായത് നിലവിലുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്ത് പ്രോഗ്രാമറിനകത്ത് കയറാൻ, അപ്പം ഞാനാണ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ എനിക്ക് അകത്ത് കയറാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ബാക്ക് ഡോർ. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്? റിമോട്ട് ആക്സസ് ട്രോജൻ. അപ്പോൾ എന്തിനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്? ബാക്ക് ഡോറിനെ മിസ്യൂസ് ചെയ്യും. അതായത് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാൽവെയർ ദാറ്റ് മിസ്ലീഡ്സ് എ യൂസർ ഫ്രം ഒറിജിനൽ ഇൻറ്റൻഷൻ. ഒറിജിനൽ ഇൻറ്റൻഷനിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് വിടുന്നതിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന മാൽവെയറിൻ്റെ ഉദ്ദേശം. എക്സാമ്പിൾ ഏതാണ്? റിമോട്ട് ആക്സസ് ട്രോജൻ. റിമോട്ട് ആക്സസ് ട്രോജൻ എവിടെ കൂടെയാണ് കയറുന്നത്? ബാക്ക് ഡോർ. ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമർ ആ സെക്യൂരിറ്റിയെ ബൈപ്പാസ് ചെയ്ത് അകത്ത് കയറാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഫെസിലിറ്റിയാണ്. അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളാണ് റിമോട്ട് ആക്സസ് ട്രോജൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്നും കൂടെ പറയാം. ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സൈബർ ക്രൈംസിനെ രണ്ടായിട്ട് തിരിക്കാം. കമ്പ്യൂട്ടർ ആസ് എ ടാർജറ്റുമുണ്ട്, കമ്പ്യൂട്ടർ ആസ് എ വെപ്പണുമുണ്ട്. അതിൽ കമ്പ്യൂട്ടർ ആസ് എ ടാർജറ്റാണ് നമ്മളിന്ന് പഠിച്ചത്. അതിൽ നമ്മൾ ഹാക്കിംഗ് പഠിച്ചു, ഡീറ്റെയിൽഡായിട്ട് നോക്കി, DOS നോക്കി, വൈറസ് നോക്കി, വേംസ് നോക്കി, ട്രോജൻ ഹോഴ്സ് നോക്കി. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആഡ്വെയർ, റൂട്ട് കിറ്റ്, റാൻസംവെയർ, സ്പൈവെയർ ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന് മുമ്പ് കമ്പ്യൂട്ടർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത മാത്സിലോട്ട് പോകാം.